നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുതിയൊരു റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും അദ്ദേഹം അധികാര കസേരയിൽ വന്നിട്ട് 8931 ദിവസം പിന്നിടുക. 25 വർഷത്തിലധികം അല്ലേ? അതെ. അപ്പോൾ കാൽനൂറ്റാണ്ട്. ഇതിനു മുമ്പ് സിക്കിം മുഖ്യമന്ത്രിയായിരുന്ന പവൻകുമാർ ചാംലിംഗ് അദ്ദേഹത്തിനായിരുന്നു ഈ റെക്കോർഡ്. അപ്പോൾ ഈ 8930 ദിവസമാണ് അദ്ദേഹം അധികാര കസേര, ഒരു ദിവസം കടന്നു നരേന്ദ്രമോദി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഭംഗമില്ലാത്ത ഒരു തുടർച്ചയായിരുന്നു. കാരണം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പേരെടുത്തു, BJPയുടെ മുഖമായിട്ട് മാറിയാണ് അദ്ദേഹം പ്രധാനമന്ത്രി കസേരയിലെത്തുന്നത്. പലർക്കും സംശയം ഉണ്ടായിരുന്നല്ലേ? അതെ. മാത്രമല്ല ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ സമയത്ത് ഇദ്ദേഹത്തെ പോലെ ഇത്രയും ആരോപണം നേരിട്ട ഒരാളില്ലായിരുന്നു. ഇല്ല. ഇത്രയും മോശമായ രീതിയിൽ ഈ മാധ്യമങ്ങളും പ്രതിപക്ഷ കക്ഷികളും ഒക്കെ ചേർന്ന് അദ്ദേഹത്തെ ഒരു കൊലപാതകം എന്ന രീതിയിൽ പോലും ചിത്രീകരിച്ചതിന് ശേഷം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വരവുണ്ടല്ലോ, അതൊരു ഗംഭീര വരവ്. കഴിവുള്ളവനെ മാറ്റി നിർത്താൻ കഴിയുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നരേന്ദ്രമോദി കോൺഗ്രസ്സിലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ അദ്ദേഹം 7-ാം കോട്ടയ്ക്ക് വെളിയിലായിരിക്കുമായിരുന്നു. അത് നമുക്കറിയാമല്ലോ. നമുക്കറിയാം ഏറ്റവും കൂടുതൽ വ്യാജ പ്രചാരണം നേരിടേണ്ടി വന്ന ഒരു മനുഷ്യനാണ് നരേന്ദ്രമോദി. ഈ ഗുജറാത്ത് കലാപങ്ങളെല്ലാം അദ്ദേഹം ഉണ്ടാക്കിയതാണെന്നും അതിൻ്റെ പിന്നിലെല്ലാം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നരാധമനാണെന്നും ഉള്ള പ്രചാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലോ അല്ലെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ളവരും പുറം ലോക പരിചയമുള്ളവരും ഒക്കെ ഇത് ഏറ്റുപിടിച്ചു. മോദിയെ കാണുന്നതും മിണ്ടുന്നതും ഏതാണ്ട് അയിത്തം പോലെ. അല്ല, നമ്മുടെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്ന് അറിയാം. ഒരുത്തനെ കുറിച്ച് മോശം പറഞ്ഞാൽ എല്ലാവരും ഏറ്റുപിടിക്കും. ഒരുത്തനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ എന്ന് എനിക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് പോവുകയുള്ളൂ. എല്ലാവരും ഏറ്റു പറയും മോശം പറഞ്ഞു. ഇവർ ഈ പറഞ്ഞ ആൾക്കാർ പറഞ്ഞതിന് ശേഷം, ഈ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യക്കുണ്ടായ വികസനവും ഇന്ത്യയുടെ ലോകരാഷ്ട്രങ്ങൾക്കിടയിലുണ്ടായ മതിപ്പും അത് അസാധ്യം തന്നെ. നമുക്ക് പറയാതിരിക്കാൻ നിർവാഹം. അതിനു മുമ്പ് ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഒക്കെ ഇരിക്കുമ്പോൾ ഇത് ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ എന്നുമുണ്ട്. ഇന്ത്യയുടെ ഒരു നയം അതാണല്ലോ. അത് ചേരിചേരാ നയം എന്ന് പറയുന്ന നയം എന്നുമുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഒരു ഗാംഭീര്യം, പവർ അതെന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരാളാണ്. അതിന് അദ്ദേഹം യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് ഗ്ലാമർ കൂട്ടാനുണ്ടാക്കിയതാണെന്ന് പറയുക സത്യം പറഞ്ഞാൽ എന്തൊരു ബാലിശമായ ആരോപണങ്ങൾ. അല്ല, നമുക്ക് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്തൊക്കെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ ഈ പ്രധാനമന്ത്രി പ്രതിജ്ഞാബദ്ധനാണ്. അതെ. കാരണം ഇപ്പം ഓപ്പറേഷൻ സിന്ദൂർ, അന്ന് പഹൽഗാം ഭീകരാക്രമണം നടന്നു. അതെ, ഭീകരാക്രമണം നടക്കാത്ത ഒരു രാജ്യവും ഇല്ല. ഫ്രാൻസിൽ നടന്നില്ലേ? പിന്നെ മറ്റേ ചാർലി ഹെബ്ദോ, എല്ലാ രാജ്യങ്ങളും ജർമ്മനിയിലെ എല്ലാം നടന്നു. എല്ലായിടത്തും നടന്നു. പിന്നെ ബ്രിട്ടനിൽ നടക്കുന്നില്ല. പിന്നെ എവിടെയൊക്കെ ലോകരാഷ്ട്രങ്ങളിലേക്ക് അഭയാർത്ഥികളായി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര്, ഒരുപാട് ഭീകരാക്രമണം. ആ ഭീകരാക്രമണങ്ങൾക്ക് മതമില്ല. ഭീകരാക്രമണങ്ങൾക്ക് ഒരു മുഖം മാത്രമാണ് പ്രധാനമായിട്ടും ഉള്ളത്. അത് ഇന്ത്യയിലും ഉണ്ടായി. അത് ഇന്ത്യയിൽ ഇത് പുതിയ കാര്യമല്ല. പാർലമെന്റ് ആക്രമണം നടന്നില്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഇപ്പം നമ്മൾ ഈ മോദിയുടെ ഈ കാലഘട്ടം നമ്മൾ നോക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 2001 ഒക്ടോബർ 7-നാണ് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ട് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിനുശേഷം 2014 മെയ് 21-നാണ് സംസ്ഥാന രാഷ്ട്രീയം വിട്ട് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത്, പ്രധാനമന്ത്രിയായിട്ട് പോകുന്നത്. 2014 മെയ് 26-ന് ഇദ്ദേഹം ഇന്ത്യയുടെ 14ാമത്തെ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റു. നമുക്കറിയാം അതിനുശേഷം രസകരമായ ചില ഓർമ്മകളുണ്ട്. ഈ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഡൽഹിയിൽ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനം വിളിച്ചു ചേർക്കുമല്ലോ. അപ്പോൾ നമ്മുടെ VS അച്യുതാനന്ദനാണ് അന്ന് മുഖ്യമന്ത്രി. അദ്ദേഹം ചെല്ലുമ്പോൾ നരേന്ദ്രമോദി ഒരു അദ്ദേഹത്തെ ഹസ്താനം നടത്താറുണ്ട്. അദ്ദേഹം അടുത്തേക്ക് വരുന്നുണ്ട്. VSൻ്റെ അടുത്തേക്ക് വളരെ സ്നേഹത്തോടെ ആദരത്തോടെ വരുന്നുണ്ട്. പക്ഷെ VS പെട്ടെന്ന് അങ്ങ് ഒഴിഞ്ഞു മാറി പോകുന്നതായിരുന്നു നമുക്ക് കാണാൻ കഴിയും. ആ ദൃശ്യങ്ങൾ അത് അങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് ആ മോദിയുടെ വരവും VSൻ്റെ ഒഴിഞ്ഞു മാറ്റം കാണുമ്പോൾ ഇയാൾക്ക് ഷേഖാൻ്റെ ഇത് പടമെടുത്ത് നാളെ പ്രശ്നമാകുമെന്ന് കരുതി ഒഴിഞ്ഞു മാറി പോയതാണോ എന്ന് സ്വാഭാവികമായി അന്ന് വരുന്നത് സംശയിച്ചു. അല്ല, ഷിബു ബേബി ജോൺ ഒരിക്കൽ ഇവിടുന്ന് ഗുജറാത്തിൽ പോയി മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഗുജറാത്തിൽ പോയിന് വന്നതിന് ശേഷം അദ്ദേഹം അവിടെ കണ്ട കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഈ കൊല്ലാക്കൊല ചെയ്തവന്മാരാണ് ഇവിടുത്തെ. പിന്നെ നമ്മൾ അബ്ദുള്ളക്കുട്ടി LDF-കാർ, പിണറായി വിജയൻ അടക്കം. അന്ന് പിണറായി വിജയൻ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. പുള്ളി മോഡിയുടെ അടുത്ത് പോകത്തില്ല. മോഡി വരുന്ന വേദിയിൽ പോലും ശിവഗിരിയിൽ ഒരിക്കൽ മോദി വന്നു. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മോദി വന്നു. പക്ഷേ അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണോ സംശയം? അവരാരും പങ്കെടുത്തില്ല പരിപാടിയിൽ. ഇവരെ ക്ഷണിച്ചിട്ടാണ്.
കാരണം അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു അസ്പൃശ്യത, ഒരു തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു. നരേന്ദ്രമോദിക്ക് എന്തോ ഒരു വ്യാജ ഒരു പിക്ചർ ഉണ്ടാക്കി ഇവിടെ പ്രചരിപ്പിച്ചു. അത് നന്നായിട്ട് കച്ചവടം ചെയ്തു ഇവിടെ. കാരണം ഇവരുടെ വയറ്റിപ്പിഴപ്പെന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞു. പക്ഷേ ഇപ്പൊ നമുക്ക് മനസ്സിലായി നരേന്ദ്രമോദിയുമായി ഏറ്റവും അടുപ്പമുള്ള വ്യക്തി പിണറായി വിജയനാണ്. അവിടെ എന്ത് കാര്യം പറഞ്ഞാലും ഇവിടെ ഒന്നും മിണ്ടൂല, അപ്രൂവ് ചെയ്താൽ കിട്ടുകൊടുക്കുകയുള്ളൂ. നമുക്കറിയാം നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം എനിക്ക് തോന്നുന്നു ഇന്ദിരാഗാന്ധി അധികാരത്തിൽ ഇരിക്കുമ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസിന് അങ്ങനെ തനിച്ചൊരു ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അത് 84 അതിനുശേഷം 91 തനിച്ചല്ല, സകല ആളുടെ. അതായത് ഇന്ദിരാഗാന്ധി മരിച്ചു കഴിഞ്ഞതിന് ശേഷം സഹതാവ് തരംഗത്തിലൂടെ 414 സീറ്റ്. രാജീവ് ഗാന്ധി ഭരിച്ചപ്പോഴും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. അന്നും 265 സീറ്റ് മറ്റോ വളരെ ഘടകകക്ഷികൾ എല്ലാം കൂടെ കൂടിയാണ്. അത് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നതിന് മുമ്പ് 1ാം ഘട്ടം തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരുന്നു. 2ാം ഘട്ടമാണ് പിന്നെ നടന്നത്. അപ്പം കാരണം 89 BP സിംഗ് മന്ത്രിസഭ വരുന്നു, പിന്നെ തുടരെ 3 പ്രധാനമന്ത്രിമാരല്ലേ? അതെ. 4ആണോ? BP സിംഗ് കഴിഞ്ഞ് IK ഗുജറാൾ, ചന്ദ്രശേഖർ, അങ്ങനെ 4 കൂട്ടർ വന്നു അല്ലേ? 4 കൂട്ടർ വന്നു. അത് കഴിഞ്ഞ് ഈ പ്രധാനമന്ത്രിയുടെ ഫസ്റ്റ് ഫേസ് കഴിയുമ്പോഴാണ് 91 രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. അതെ, 91 രാജീവ് ഗാന്ധിക്ക് 96 ശേഷമാണ് ദേവഗൗഡ സംഘം വന്നത്. അതെ, 89 BP സിംഗ് വരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നത് ചന്ദ്രശേഖർ പിന്നീടാണ് വരുന്നത്, 96. അതെ. അപ്പൊ അതിനിടയ്ക്ക് ഇദ്ദേഹം വന്ന് 13 ദിവസം ഇരുന്നിട്ട് പോയില്ലേ വാജ്പേയി? അത് 99 അന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 99 ഇലക്ഷൻ നടന്നല്ലോ, തുടരെ നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് പ്രധാനമന്ത്രിമാരുടെ എണ്ണം കൂടി എന്നുള്ളതാണ്. പക്ഷേ ചരിത്രത്തിൽ എഴുതിയപ്പെട്ട പ്രധാനമന്ത്രിമാർ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇന്ദിരാഗാന്ധിയും ഒന്ന് ഈ പറയുന്ന നരേന്ദ്രമോദിയുമാണ്. കാരണം ഇന്ദിരാഗാന്ധി ഉരുക്കു വനിത എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഉരുക്കു വനിത. അവർ നല്ല കൃത്യമായിട്ടായിരുന്നു കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് വന്നത്. പിന്നെ ഉള്ളത് നരേന്ദ്രമോദി. അപ്പോൾ തനിച്ച് ഭൂരിപക്ഷം കിട്ടിയ ഒരു പാർട്ടിയുടെ തലവൻ, കോൺഗ്രസ് ഇതര തലവൻ എന്നുള്ള ബഹുമതി അദ്ദേഹത്തിന് നരേന്ദ്രമോദിക്ക്. അതിലെല്ലാം ഉപരി ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഒരു വലിയ പ്രാധാന്യം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചു. ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങളുടെ വൻ ശക്തികൾക്കൊപ്പം കൊണ്ടു നിർത്തുന്നതിലും ഇന്ത്യയുടെ അഭിപ്രായം തേടുന്നു. ഇപ്പം തന്നെ ഇറാൻ-ഇസ്രായേൽ യുദ്ധത്തിൽ പോലും ഇന്ത്യ ഇടപെട്ടെങ്കിലേ നടക്കുന്നതാണ്. ട്രംപ് പറയുന്നത് ഞാൻ ലോക സമാധാന മൊബൈൽ നേതാവാണ് എന്ന് പറഞ്ഞാണ് വരുന്നത്. മൊബൈൽ സമാധാനം ഞാൻ സമാധാനം ബോർഡ് ഓഫ് പീസ് ഉണ്ടാക്കിയല്ലോ, അതിന് ചെയ്യുന്ന യുദ്ധമാണ്. അതാണ് വിചിത്ര കാര്യം. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടി ഉള്ളത്, ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, ഇനി എത്ര നാൾ കൂടി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കും എന്നുള്ളതാണ് ഇനിയത്തെ ഒരു ചോദ്യം ഇപ്പോൾ വരുന്നത് അല്ലേ? ഈ ടൈമും കൂടെ അദ്ദേഹം കാണാൻ സാധ്യതയുള്ളൂ. ഈ ടൈം പൂർത്തിയാക്കുമെന്ന് പോലും നമുക്ക് സംശയമുണ്ട്. കാരണം നരേന്ദ്രമോദി 5 വർഷവും പ്രധാനമന്ത്രിയായിട്ട് തുടരുമോ ഇല്ലയോ എന്നുള്ളത് RSS തീരുമാനിക്കുന്ന പോലെയാണ്. അവരുടെ ഈ RSS വൃത്തങ്ങളിൽ നിന്ന് വരുന്ന ഇതനുസരിച്ചാണെങ്കിൽ ഇത് കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹം മാറിയിട്ട് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കുകയും അടുത്ത ടൈമിൽ BJPക്ക് ഭരണം കിട്ടിയാൽ നമ്മുടെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുകയും ചെയ്യും എന്നൊരു വിവരങ്ങളാണ് ഈ RSS ഹാൻഡിലുകൾ പുറത്തുവിടുന്നത്. പക്ഷെ എന്നാലും ശരി, നരേന്ദ്രമോദി താൻ കരുത്തനാണ് എന്ന്, ഇന്ത്യ കരുത്തിട്ട രാജ്യമാണെന്ന് ലോകത്തെ തെളിയിച്ചു അദ്ദേഹം. ഈ റെക്കോർഡ് വെറുതെ അല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ ഇന്ത്യക്ക് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ വലിയൊരു സ്ഥാനം അരക്കിട്ടുറപ്പിച്ചു. നേടിത്തന്നു എന്ന് പറയാൻ പറ്റുന്നത് അതൊക്കെ നേരത്തെ കിട്ടിയതാണ്. പക്ഷേ ഇന്ത്യയുടെ ആ ഒരു പവർ അത് അരക്കിട്ടുറപ്പിച്ച വ്യക്തിത്വം.